8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠഭാഗമായ പനിനീർപ്പൂവ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത്. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്കാണ് കടക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം കണ്ടെത്താം, പറയാം. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ. പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം? കണ്ടെത്തലുകൾ പങ്കുവയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പൂക്കളെ ദേവതമാരായി കൽപ്പിച്ചിരിക്കുന്നത്? നമ്മൾ ദേവതമാർ എന്ന് പറയുമ്പം യാതൊരു പക്ഷഭേദവും ഇല്ലാതെ നന്മ മാത്രം അല്ലേ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്നവരാണല്ലോ നമ്മൾ ദേവതമാരായിട്ട് കാണുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ദേവതമാരായിട്ട് പൂക്കളെ കാണാൻ കഴിയുന്നതെന്ന് കവി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഘ്രാണേന്ദ്രിയത്തിന്, മൂക്കിന് പൂവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവർക്കെല്ലാം ഒരുപോലെ സുഗന്ധം പകരാനായിട്ട് പൂവിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലേ, ആരാണെന്നൊന്നും നോക്കാതെയാണല്ലോ ആരാണോ അടുത്ത് ചെല്ലുന്നത് അവർക്ക് നറും തേൻ നൽകാൻ, ആ വണ്ടുകൾക്കൊക്കെ നറും തേൻ നൽകാനായിട്ട് പൂവ് ഒരു മടിയും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൽ അങ്ങനെ കൊടുക്കുമ്പോൾ അന്നപൂർണേശ്വരിയായിട്ടാണ് പൂവിനെ കവി കാണുന്നത്. അതുപോലെ പാണിയാൽ കൈകൊണ്ട് തൊട്ടാൽ എത്ര മാർദ്ദവമുള്ളതാണ് പൂവെന്ന് പറയുന്നുണ്ട് അല്ലേ. അത് തലയിൽ ചൂടിയാലും ഭംഗിയുള്ളതാണെന്ന് പറയുന്നു. അങ്ങനെ നല്ല ഒരുപാട് മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പൂവിന് കഴിയുന്നു, അല്ലെങ്കിൽ ഒരുപാട് മഹത്വമുള്ള കാര്യങ്ങളാണ് പൂക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരത്ര നിസ്സാരരല്ല എന്ന് സൂചിപ്പിക്കാനാണ്. വളരെ കുറഞ്ഞ ദൈർഘ്യം മാത്രമേ ഉള്ളൂ അവരുടെ ആയുസ്സിനെങ്കിലും, വളരെ ചെറുതാണ് എങ്കിലും ഈ പ്രപഞ്ചത്തിൽ അവർ ദേവതമാർക്കൊപ്പമാണ് എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആരും ഒട്ടും ചെറുതല്ല. വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ ചെറുതായതുകൊണ്ടോ ഒന്നും ആരെയും നിസ്സാരരായി കണ്ട് മാറ്റി നിർത്തരുത് എന്നതിനും കൂടെ ഒരു ഉദാഹരണമായിട്ടാണ് കവി ദേവതകളായിട്ട് പൂക്കളെ കാണുന്നത്. അടുത്തത് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. സ്വതേ മനുഷ്യർ സുന്ദരന്മാരാണ്, സുന്ദരികളുമാണ്. ഉറൂബ്. ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കയ്യഹ രചിച്ചതു നമ്മയെല്ലാം. കുമാരനാശാൻ. നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പ് നൽകൂ. 3 പേരുടെ ഉദ്ധരണികൾ കവിതയിൽ നിന്നുള്ള. ആദ്യത്തത് ഉറൂബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചോദ്യം ഇതാണ്: ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്യവും വരികളും വിശകലനം ചെയ്ത് സ്വാഭിപ്രായം രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 സാഹിത്യകാരന്മാരുടെ ഉദ്ധരണികളാണ്, അവരുടെ കൃതികളിൽ നിന്ന് എടുത്തു ചേർത്തിട്ടുള്ളതാണ്. സ്വതേ മനുഷ്യർ സുന്ദരന്മാരാണ്, സുന്ദരികളുമാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിലെ മഹാനായ എഴുത്തുകാരനായ ഉറൂബിൻ്റെ വരികളാണിത്. സുന്ദരികളും സുന്ദരന്മാരുമായിട്ടാണ് മനുഷ്യൻ പിറവിയെടുക്കുന്നത് അല്ലേ. നമുക്കറിയാമല്ലോ, എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്. ആ പിറവിയെടുക്കുന്ന സമയത്ത് എല്ലാവരും നിഷ്കളങ്കരാണ്. പിന്നീട് അതുകൊണ്ട് തന്നെ അവർ സുന്ദരികളും സുന്ദരന്മാരുമാണ്. പിന്നീട് എന്താണ് അവരെ വ്യത്യസ്തരാക്കുന്നത്? അവർ വളരുമ്പോൾ അല്ലേ, അവരുടെ ചിന്തയിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾ, ആ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവൃത്തികൾ, ഇതൊക്കെയാണ് അവരെ വ്യത്യസ്തരാക്കി മാറ്റുന്നത്. ജനിക്കുമ്പോൾ എല്ലാവരും നല്ലവരായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ സുന്ദരികളും സുന്ദരന്മാരും. മനുഷ്യരെല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമാണ്. പക്ഷേ പല പല ജീവിതാവസ്ഥകളാണ്, ജീവിത സാഹചര്യങ്ങളാണ് അവരെ പലപ്പോഴും അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അല്ലേ. അങ്ങനെ എല്ലാവരും ഒരേപോലെ മനോഹരമായ ഒരു ജീവിതമാണ് ഇവിടെ നയിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലോകം എത്ര മനോഹരമാകുമായിരുന്നു എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി കുമാരനാശാൻ്റെ പ്രസിദ്ധമായ ഒരു വരികളാണിത്. ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കയ്യഹ രചിച്ചതു നമ്മയെല്ലാം. പ്രപഞ്ചത്തിലെല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത് പ്രപഞ്ചമാണ് അല്ലേ. പ്രപഞ്ചം എന്ന അമ്മയാണ്, അല്ലെങ്കിൽ ഭൂമി എന്ന അമ്മയാണ്. അതുകൊണ്ട് എല്ലാവരും സഹോദരരാണ് അല്ലേ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പക കാണിക്കുകയോ ദേഷ്യപ്പെടുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. എല്ലാവരും സഹോദരരായിട്ട് തന്നെ ജീവിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് നമുക്ക് കവി ഇവിടെ നൽകുന്നത്. അടുത്തത് നിന്നുടെ ജീവിതം. നമ്മളിപ്പോൾ പഠിച്ച പാഠഭാഗത്തിലെ ഭാഗമാണ്. നിന്നുടെ ജീവിതം മോശമെന്നല്ലീ ഞാൻ ചൊന്നതെന്നോമനെ മാപ്പ് നൽകൂ. കവിക്കൊരു അബദ്ധം പറ്റി. നിന്റെ ജീവിതം എത്ര നിസ്സാരമാണ്, നീ എത്ര നിസ്സാരയാണ്. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിന്റെ ആയുസ് അവസാനിക്കും. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരി ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ആ കവിയുടെ ചോദ്യം വളരെ അഹങ്കാരത്തോടു കൂടിയുള്ളൊരു ചോദ്യമായിപ്പോയി അല്ലേ. അപ്പോൾ അത്
അത് ആ തെറ്റ് തിരിച്ചറിഞ്ഞിട്ട് എത്ര ചെറിയവരോടാണെങ്കിലും നമുക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവിടെ മാപ്പ് ചോദിക്കുന്നതിലാണ് കാര്യമുള്ളത്, അല്ലേ? അപ്പോൾ എൻ്റെ പൊന്നോമനെ എന്നോട് മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരണം എന്നുള്ള കവിയുടെ വാക്കുകളാണിത്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്, അവരുടേതായ സൗന്ദര്യമുണ്ട്. നമ്മൾ ഒരാൾ മറ്റൊരാളേക്കാൾ മികച്ചതാണെന്നോ ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശപ്പെട്ടതാണെന്നോ ചിന്തിക്കുകയേ ചെയ്യരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. അത് നമ്മളും ചിന്തിക്കരുത്, അല്ലേ? നമ്മൾ മോശമാണെന്ന് നമ്മളും ചിന്തിക്കരുത്, മറ്റൊരാൾ മോശമാണെന്നും ചിന്തിക്കരുത് എന്നുള്ള ഒരു ഉപദേശമാണ് നമുക്ക് ഈ വരികളിലൂടെ എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നത് വ്യാഖ്യാനിക്കാം. തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? പിന്നീട് കവിയുടെ ചിന്തയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ? കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് ആ പൂവിനോട് പറഞ്ഞു കവി. എന്താണ് പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനൊരു ബുദ്ധിഹീനനാണെന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് കവി പൂവിനോട് പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഉല്ലസിച്ച് സന്തോഷിച്ച് ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത്? എന്താണ് അങ്ങനെ ചിരിക്കണ്ടെന്നും കവി പറയുന്നത് എന്തുകൊണ്ടാണ്? വെറും ചെറിയൊരായുസ് മാത്രമേ നിനക്കുള്ളൂ. 1-2 ദിവസം കൊണ്ട് നീ ഇവിടെ വിടർന്നിട്ട് അവിടെ കൊഴിഞ്ഞു പോകാൻ, ഈ പാഴ്മണ്ണിൽ വീണ് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് നിനക്ക് എന്തിനാണ് നീ ഇങ്ങനെ ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതാണ് പെട്ടെന്ന് കവിക്ക് തോന്നി. ഈ ചിന്തയിൽ നിന്നാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായിട്ട് അദ്ദേഹം ആലോചിക്കുന്നത്, തനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, അല്ലേ? ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ പ്രാധാന്യവും സ്ഥാനവുമുണ്ട്, ഒന്നിനെയും കുറച്ച് കാണാൻ പാടില്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിൽ ഉണ്ടായി, അല്ലേ? അങ്ങനെ അദ്ദേഹത്തിൽ ഉണ്ടായപ്പോൾ എന്താണ്, അദ്ദേഹം ആ പൂവിൻ്റെ ഓരോരോ ഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയുള്ള ഓരോരോ ഗുണങ്ങളാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഈ പാഴ്മണലിനെ, ഈ മണൽക്കാടിനെ, ഈ മരുഭൂമിയെ പോലും നന്ദനോദ്യാനമാക്കാനുള്ള കഴിവുള്ളവരാണെന്നും, അതുപോലെ നിങ്ങൾ മൂക്ക് അതിൻ്റെ ഒരു സാഫല്യം, അതിനേറ്റവും സഫലമായി തീരുന്നത്, നമ്മുടെ ഘ്രാണേന്ദ്രിയം ഏറ്റവും സഫലമായി തീരുന്നത് പൂവിൻ്റെ സുഗന്ധം ഏറ്റെടുക്കുമ്പോഴാണെന്നും, അതുപോലെ നറുംതേൻ പകരുന്ന അന്നപൂർണേശ്വരിയാണ് പൂക്കളെന്നും, അത് ദേവനെ പൂജിക്കാനും വീരനെ ആരാധിക്കാനും ഒക്കെ ഉപയോഗിക്കാമെന്നും, മംഗളകർമ്മങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വളരെ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഒരു പൂവാണെങ്കിലും അതിൽ എത്ര വിശിഷ്ടമായ കാര്യങ്ങളാണ് അതിന് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് കവി എത്തിച്ചേരുകയാണ്. ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. ഒരിക്കലുമല്ല, അല്ലേ? പനിനീർ പൂവിനെ ഒരു പ്രതീകമാക്കി, ഒരു സിമ്പലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതിന് മനുഷ്യരിലും നമുക്കത് ആ ഗുണങ്ങളൊക്കെ നമുക്ക് ആരോപിക്കാം. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണെങ്കിലും ആ വ്യത്യസ്തരായ മനുഷ്യർക്ക്, അല്ലേ, ഒരുപക്ഷെ അവർ ജാതിയിൽ വ്യത്യസ്തരാവാം, നിറത്തിൽ വ്യത്യസ്തരാവാം, പ്രകൃതിയിൽ വ്യത്യസ്തരാവാം, അല്ലേ, ഭാഷയിൽ വ്യത്യസ്തരാവാം, വസ്ത്രധാരണത്തിൽ വ്യത്യസ്തരാവാം, എന്തുമായിക്കൊള്ളട്ടെ, എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ മക്കൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാ മനുഷ്യർക്കും ഗുണങ്ങളുണ്ടെന്നും അത് കണ്ടെത്തുകയാണ് വേണ്ടതെന്നും അതിനെ നമ്മൾ സ്വീകരിക്കുക, മറ്റുള്ളവരുടെ ഗുണങ്ങളെ അംഗീകരിക്കുകയാണ് വേണ്ടതും എന്നുള്ള ഒരു ചിന്തയും കൂടെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കവി ഈ പനിനീർ പൂവിനെ ഗുണങ്ങളെ വർണ്ണിക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളും കൂടെ ഈ കൂട്ടത്തിൽ കവി ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി കാവ്യ ഭംഗി കണ്ടെത്താം എന്ന് പറഞ്ഞിരിക്കുന്നത്, പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും, പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. ഈ വരികളൊക്കെ ചൊല്ലി നോക്കാൻ ആണ് പറയുന്നത്. കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലുള്ളത്? കൂടുതൽ വരികൾ കാവ്യഭാഗത്തു നിന്ന് കണ്ടെത്തി അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇവിടെ നോക്കിയാൽ ഇവിടെ തന്നിരിക്കുന്ന വരികൾ തന്നെ വളരെ യോജിച്ച വാക്കുകളാണ്, അല്ലേ? ആ താളത്തിന് ഒരു ഭംഗവും ഉണ്ടാവാത്ത മനോഹരമായ ഒരു താളം അതിലുണ്ട്. ആടുന്ന, അല്ലേ, രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നതിൻ്റെ ഒരു സൗന്ദര്യം ആ കവിതയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാണിയാൽ,
വേണിയാൽ അല്ലേ, ന എന്നുള്ള അക്ഷരം രണ്ടാമത്തെ ഓരോ വരിയിലെയും രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതിൻ്റെ ഒരു സൗന്ദര്യം, ഇതൊക്കെ ഈ കവിതയ്ക്ക് ഭംഗി കൂട്ടുന്ന സവിശേഷതകളാണ്. അതുപോലെ കൂടുതൽ വരികളൊക്കെ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നോക്കിയേ, തെറ്റെന്ന് വീണ്ടും അല്ലേ, തെറ്റിപ്പോയി, ഇങ്ങനെ ഒരേപോലെയുള്ള വാക്കുകൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് ഒരേ വാക്ക് തന്നെയാണെന്ന് തോന്നും, പക്ഷേ വ്യത്യസ്തമായ അർത്ഥം, രണ്ടർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനോഹരമായ ശൈലികളും പ്രയോഗങ്ങളും അതുപോലെ സുന്ദരമായ ഉപമകളുമൊക്കെ അല്ലേ, ഒന്നിനെ പോലെ എന്ന് സൂചിപ്പിക്കുന്ന ഉപമകളുമൊക്കെ ഇവിടെ വേണ്ടതുപോലെ കവി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പനിനീർപ്പൂ എന്ന കവിതയിലെ ആശയം, ശബ്ദഭംഗി, പ്രയോഗഭംഗി, സാദൃശ്യം, ഇതൊക്കെ അപ്പം നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിലൊക്കെ നമ്മൾ ആശയം, പാഠത്തിൻ്റെ ആശയം പറഞ്ഞപ്പോഴും പിന്നെ ചോദ്യോത്തരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ ഇതിന് പൊതുവായിട്ട് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ചേർത്ത് പാഠപുസ്തകം നന്നായി വായിച്ചിട്ട് അതിനനുസരണമായി വേണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തയ്യാറാക്കി വയ്ക്കാൻ. ഇവയെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഇതിൻ്റെ ആശയവും അതിൻ്റെ ആസ്വാദനവും ഒക്കെ ആയിട്ട് തീരും. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ഇതിൻ്റെ സൂചകങ്ങളാണ്, എന്തൊക്കെ എഴുതണം, എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം നിങ്ങൾ ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതി തയ്യാറാക്കി നോട്ട് ബുക്കിൽ സൂക്ഷിച്ചു വയ്ക്കണം. എന്നിട്ട് വേണം അത് പഠിക്കാൻ. അപ്പം നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.